നമസ്കാരം. എല്ലാവർക്കും മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗീത. സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കാം. മാറ്റോ ബെഡ്ഷീറ്റോ താഴെ വിരിച്ച് ഇരിക്കാം. കാല് ചമ്രപ്പടിയിട്ട് ഇരിക്കാം. താഴെ ഇരിക്കാൻ പറ്റാത്തവർക്ക് കസേരയിൽ ഇരിക്കാം. താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു സപ്പോർട്ടോടു കൂടി ഭിത്തിയിൽ ചാരിയിരുന്ന് ചെയ്യാം. നട്ടെല്ല് നിവർത്തിയിരിക്കുക. മടിയിൽ കൈപ്പത്തി പാതി തുറന്ന രീതിയിൽ മലർത്തി വെക്കാം. കണ്ണുകൾ അടച്ചു വെക്കാം. മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരാം. ഈ പുഞ്ചിരി മെഡിറ്റേഷന്റെ അവസാനം വരെ നിലനിർത്താൻ ശ്രമിക്കുക. അങ്ങനെ പറ്റിയില്ലെങ്കിൽ സാരമില്ല. പൂർണ്ണമായും റിലാക്സ് ചെയ്തിരിക്കണം. സാവധാനം ശ്വാസഗതിയെ ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുന്നതും വിടുന്നതും ശ്രദ്ധിക്കുക. കുറച്ചു നേരം ശ്വാസഗതിയെ ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കുക. ഓരോ ശ്വാസം എടുക്കുന്നതും വിടുന്നതും അറിഞ്ഞുകൊണ്ട് ശ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുക. ശ്വാസം എടുക്കുമ്പോൾ ഇൻഹേൽ എന്നും ശ്വാസം വിടുമ്പോൾ എക്സ്ഹേൽ എന്നും പറയും. ഈ സമയത്ത് സാവധാനവും ദീർഘവുമായി രണ്ടു മൂക്കിലൂടെയും ശ്വാസം എടുക്കുക. രണ്ടു മൂക്കിലൂടെയും ശ്വാസം പുറത്തുവിടുക. ഇത് ബോധപൂർവമുള്ള ശ്വസനമാണ്. സാധാരണ ശ്വാസം എടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതെടുക്കുന്നത്. ഇതിലൂടെ ഒരു ശ്വസന രീതി കൂടി പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ശ്വാസം എടുക്കുന്നതിനെ അബ്ഡോമിനൽ ബ്രീതിങ് എന്ന് പറയും. ശ്വാസം എടുക്കുമ്പോൾ വയറൊരു ബോൾ പോലെ ഉയർന്നു വരുന്നതായി കാണാം. ശ്വാസം വിടുമ്പോൾ വയറ് ചൊട്ടി ഒട്ടി നട്ടിലിനോട് ചേർന്ന് വരുന്നതായി കാണുക. ഇൻഹേൽ, വയറ് ഉയർന്നു വരട്ടെ. എക്സ്ഹേൽ, വയറ് ചൊട്ടി വരട്ടെ. ഇങ്ങനെ 5 തവണ എടുക്കാം. ഇൻഹേൽ, എക്സ്ഹേൽ. ശ്വാസം എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി ശരീരത്തിൽ മുഴുവൻ നിറയുന്നതായി കാണാം. ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നെഗറ്റീവ് എനർജികൾ പുറത്തു പോകുന്നതായി സങ്കല്പിക്കുക. ടെൻഷനും സ്ട്രെസ്സും എല്ലാം പുറത്തേക്ക് പോകുന്നതായി കാണാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ബ്രീതിങ്, ബ്രീത്ത് ഔട്ട്. Inhale, exhale, inhale, exhale. ഇനി സാധാരണ ശ്വസനത്തിലിരിക്കാം, നോർമൽ ബ്രീതിങ്ങിൽ. ഈ ഒരു നിമിഷം നമുക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും ദൈവത്തിനോട് നന്ദി പറയാം. നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. 2 കണ്ണുകളും ഉള്ളതിന്, 2 കൈകളും 2 കാലുകളും ഉള്ളതിന്, നല്ലൊരു മനസ്സും ശരീരവും ഉള്ളതിന്, ശ്വസിക്കാൻ സാധിക്കുന്നതിന്, നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹത്തിനും ദൈവത്തിനോട് നന്ദി പറയാം. കഴിക്കാൻ നല്ല ഭക്ഷണം ലഭിക്കുന്നതിന് എല്ലാം ദൈവത്തിനോട്, സർവേശ്വരനോട് നന്ദി പറയാം. നമ്മൾക്ക് എന്താവണമോ അതേപോലെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഏത് രീതിയിലാകണമോ അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുക. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തുമാവട്ടെ, പഠന സംബന്ധമായാലും കോഴ്സുകളായാലും ജോലി സംബന്ധമായാലും കുടുംബ സംബന്ധമായാലും വീട്ടിലെ കാര്യങ്ങളായാലും എല്ലാം
നല്ല രീതിയിൽ ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉള്ളതായി മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണമോ അതെല്ലാം നല്ല രീതിയിൽ എളുപ്പത്തിൽ ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ പറ്റുന്നതായി സങ്കല്പിക്കുക. ഈ സമയത്ത് പോസിറ്റീവ് അഫർമേഷൻസിനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാം. ഞാൻ ശക്തനാണ്, ശക്തയാണ്. ഞാൻ ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണ്. ഞാൻ സന്തുഷ്ടനാണ്, സന്തുഷ്ടയാണ്. ഏത് പ്രശ്നങ്ങളെയും എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനഃശക്തി എന്നിൽ നിറഞ്ഞിരിക്കുന്നു. എന്റെ ശരീരത്തിന് എല്ലാവിധ രോഗത്തെയും പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട്. ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അതുപോലെ മറ്റുള്ളവരെയും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. എന്റെ സന്തോഷം, എന്റെ സമാധാനം അത് മറ്റുള്ളവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ മാറുന്നതല്ല എന്ന് ഞാൻ അറിയുന്നു. എന്നിലെ സന്തോഷം എന്നിൽ നിറഞ്ഞിരിക്കുന്നു. ആ സന്തോഷം ഞാൻ തന്നെ കണ്ടെത്തണം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ജോലി, വിദ്യാഭ്യാസം, ജീവിതം അതിനൊക്കെ വേണ്ട അഫർമേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാം. വിദ്യാർത്ഥികളാണെങ്കിൽ നന്നായി പഠിക്കുന്നതായും നല്ല മാർക്ക് വാങ്ങുന്നതായും നല്ല കോഴ്സിൽ ചേരുന്നതായും നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതായും കാണുക. ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരാണെങ്കിൽ നല്ല ജോലി കിട്ടിയതായി നമ്മുടെ ഉള്ളിൽ കാണാം. ജീവിതമാണെങ്കിൽ നല്ലൊരു ജീവിതം തുടരുന്നതായി, സന്തുഷ്ടമായൊരു ജീവിതം തുടരുന്നതായി നമ്മുടെ ഉള്ളിൽ കാണാം. നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പറയാം നിങ്ങളുടെ മാറ്റം. അതുപോലെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മോശമായ ശീലം മാറ്റണമെങ്കിൽ അതും നിങ്ങൾക്കുള്ളിൽ പറയാം. ഈ ഒരു ദിവസത്തിന് ദൈവത്തോട് നന്ദി പറയാം. നല്ല ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നമ്മളിൽ എന്നും ഉണ്ടാകട്ടെ. ആരോടും ദേഷ്യമോ പകയോ വിദ്വേഷമോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോവുക. എല്ലാ ജീവജാലങ്ങളെയും സർവചരാചരങ്ങളെയും സ്നേഹിക്കുക. ഈ ലോകത്തിലുള്ള എല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും ജീവിക്കട്ടെ. ലോകത്തിലുള്ള എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ചുറ്റുപാടുകളെ നിരീക്ഷിക്കാം. ചുറ്റുമുള്ള ശബ്ദങ്ങൾ നിരീക്ഷിക്കാം. കിളികളുടെ ശബ്ദം, പലതരത്തിലുള്ള ചുറ്റുമുള്ള ശബ്ദങ്ങൾ നിരീക്ഷിക്കാം. സാവധാനം ഒരു ചെറു പുഞ്ചിരിയോടെ ഈ ദിവസത്തെ വരവേൽക്കാം. കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന ഇവിടെ നമ്മുടെ ഉള്ളിൽ ചൊല്ലാം. ലോകത്തിലുള്ള എല്ലാവരും സുഖമായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തെറ്റിൽ നിന്നും ശരിയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നയിക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ. കൈകൾ ഒന്ന് കൂട്ടിത്തിരുമ്മി ആ ചൂട് കണ്ണിലേക്കും മുഖത്തേക്കും കഴുത്തിലേക്കും തോളിലേക്കും ഇരു കൈകളിലേക്കും നെഞ്ചിലേക്കും കാൽമുട്ടുകളിലേക്കും കാലുകളിലേക്കും പകരുകയും ചെയ്യാം. സാവധാനം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നേർന്നുകൊണ്ട് കണ്ണുകൾ ചിമ്മി ചിമ്മി ഒരു പുഞ്ചിരിയോടെ തുറക്കാം. ഈ പുഞ്ചിരി ഇന്നേ ദിവസം മുഴുവനും എന്നിൽ നിലനിർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പുഞ്ചിരി മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യാം. നമസ്കാരം. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ മെഡിറ്റേഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും കേട്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.